തീർച്ചയായിട്ടും മോഹൻലാൽ സാറിൻ്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് ഈ പടം തുടങ്ങിയത്. പിന്നെ ഉണ്ണി മുകുന്ദൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഉണ്ണിയുടെ എനിക്കൊരു 12-13 വർഷമായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പം ഉണ്ണിയുടെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ണിയും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പടം ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. ലാൽ സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഉണ്ണി മുകുന്ദനായിട്ടൊരു പടം ചെയ്തു. തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. നേരത്തെ ഈ മുഖഭാവം ചോദിച്ച ആൾക്കൊരു മറുപടി ഞാൻ പറയാം. കാരണം ഉണ്ണി മുകുന്ദൻ ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണി വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ നിഷ്കളങ്കതയ്ക്കൊരു വിലയുണ്ടെന്ന് പറയുന്ന പോലെ ഉണ്ണി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കില്ലേ, ഇങ്ങനെയൊക്കെയാണല്ലേ. കാരണം അയാൾക്ക് അതിൻ്റെ പല കാര്യങ്ങളും അറിയില്ല എന്ന യാഥാർത്ഥ്യം ഞാനിവിടെ തുറന്നു പറയുന്നു എല്ലാവരുടെ അടുത്തും. ഓക്കെ, ഇപ്പോഴാണ് അതൊക്കെ പുള്ളി പഠിച്ചത്. ഒരു ബാച്ചിലറിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ അത്. നമ്മൾ കേൾക്കുമ്പോൾ ചില കഥകൾ നമുക്ക് പറയണമെന്ന് തോന്നുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഓൾമോസ്റ്റ് 2020 കൊറോണയുടെ ഒക്കെ പ്രീ സമയത്ത് ഈ കഥയെ പറ്റി ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഫോർമേറ്റീവ് സമയത്ത് ഞാനും ഒരു അച്ഛനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി എൻ്റെ മോളും ഉണ്ടായത് ഈ കൊറോണ പീരീഡിലാണ്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിലൂടെ പോകുന്ന എനിക്ക് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ എൻറ്റയർ പ്രോസസ്സ് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈവൻ എൻ്റെ കൊച്ചിൻ്റെ ബർത്തിൻ്റെ സമയത്ത് പോലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു സ്ത്രീ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഇൻവോൾവ് ആണ് ഒരു പ്രഗ്നൻസി എന്നുള്ള ഒരു ഡെലിവറി സമയത്ത്. അത് ഞാൻ അകത്ത് നിന്ന് കണ്ടപ്പോഴാണ് ഒരുപാട് നഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാവരും ഒരുപാട് സ്ത്രീകളുടെ ഒരു ഭയങ്കരമായ ഫോഴ്സ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ നമ്മൾ കണ്ടു, അവരുടെയൊക്കെ കൂട്ടായ ഒരു പരിശ്രമം. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷ്വൽ കണ്ടപ്പോൾ തന്നെ ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് അറിയില്ല, ഒരുപാട് പേർക്ക് ഇത് കാണാനുള്ള അല്ലെങ്കിൽ ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടാറില്ല. അപ്പോൾ അത് അവരിലേക്കും കൂടി എത്തിക്കുക ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. എപ്പോഴും ആൾക്കാർക്ക് ചോദിക്കാം എന്താ കുട്ടി ഉണ്ടായില്ലേ എന്നുള്ളത്, പക്ഷെ അതിൻ്റെ ഈ കുട്ടി ഉണ്ടാവുന്നതും അതിൻ്റെ കൂടെയുള്ള മെൻ്റൽ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ ഓൾ സ്ട്രഗിൾസ് ഇതെല്ലാം നമ്മൾ എന്താണെന്നുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു പോയിൻ്റാണ്. അതോടുകൂടി ഇതിൻ്റെ ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു ടാബു, ഈ ഒരു ചോദ്യം കുറയുമെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസപ്പെടുമെങ്കിൽ നല്ലതാണ്. പിന്നെ ആളുകൾക്ക് ഇത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കുട്ടികളുണ്ടാവാൻ നമ്മൾ അറിയുന്നതും നല്ലതാണ്. എല്ലാവർക്കും ഒരു പക്ഷേ IVF-ൻ്റെ സാധ്യതകളെ കുറിച്ച് അറിയുന്നില്ലായിരിക്കാം, സറോഗസിന് സാധ്യതകളെ കുറിച്ച്. റെഗുലേറ്റഡ് സറോഗസിയാണ് നമ്മളുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ റെഗുലേറ്റഡ് സറോഗസിന് സാധ്യതകളുണ്ട്, അഡോപ്ഷൻ്റെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഒരു സമൂഹത്തിൽ ചർച്ചയാവാൻ പ്രാപ്തമായ വിഷയമാണെന്ന് തോന്നിയതിൻ്റെ പുറത്താണ് ഇത് നമ്മൾ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചതും ചെയ്തതും.